ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം തലേ ദിവസം നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേന് കുറച്ച് മാങ്ങായും നമ്മുടെ തേങ്ങയും ഒക്കെ തീർന്നിട്ടുണ്ട്. അന്നേരം അതൊന്ന് കുത്തിയിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാനല്ല കുത്തിയിടുന്നത്, നമ്മുടെ ടിനോപ്പനും ചേട്ടനും കൂടാണ്. അന്നേരം കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബീന ഇപ്പം കുട്ടനാടൊന്നും അങ്ങനെ കാണിക്കുന്നില്ലല്ലോ, അന്നേരം ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണമെന്നും പറഞ്ഞ്. അപ്പം ശരിയാണ്, ഇപ്പം ഞാൻ അങ്ങനെ സീനറി ആയിട്ടൊന്നും നിങ്ങളെ കാണിക്കാതാണ് വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇതൊന്ന് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. അപ്പം നമ്മുടെ തേങ്ങ എല്ലാം ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ് കേട്ടോ. കുറേ ദിവസമായി തേങ്ങയൊക്കെ ഇട്ടിട്ട്. അങ്ങനെ താഴെ ഇങ്ങനെ നിൽക്കുന്ന തേങ്ങ നമുക്കിങ്ങനെ എണിയെ കയറി കുത്തിയിടാമല്ലോ. അങ്ങനെ തേങ്ങയും അപ്പുറത്തെ മാവേന്ന് നിന്ന് കുറച്ച് മാങ്ങയുടെ പറിച്ച് കേട്ടോ. അപ്പം ഇത് കണ്ടോ, കിളിച്ചുണ്ട മാങ്ങയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മാങ്ങ അച്ചാറിട്ട് കാണിച്ചപ്പം മൂവാണ്ട മാങ്ങയെന്ന് പറഞ്ഞായിരുന്നല്ലോ. കിളിച്ചുണ്ട മാങ്ങയാണ്. അതൊക്കെ പറിച്ച് കൊണ്ടുവന്ന് കഴുകി രാത്രി തന്നെ ഞാനതെല്ലാം അരിഞ്ഞ് വെച്ച് കേട്ടോ. അന്നേരം ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് നമുക്കൊന്ന് ഉണക്കണം. പിന്നെ ഞാൻ അച്ചാറും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനിങ്ങനെ കൈക്ക് വേദനയൊക്കെ ആയതുകൊണ്ട് രാവിലെ തന്നെ കുളിക്കുന്നുണ്ട്. അന്നേരം കുളിച്ചിട്ടല്ല അടുക്കളയിൽ കയറുന്നത്. രാവിലെ ഇപ്പം ടിനോപ്പനയൊക്കെ വേണ്ടതുകൊണ്ട് അത് രാവിലെ ഒന്നും കുളിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ച് പിന്നെ അപ്പൂസിനുള്ളതൊക്കെ ഒന്ന് കൊടുത്തു വിടാനുണ്ടാക്കുവാണ് കേട്ടോ. അപ്പം ആദ്യം ഞാൻ കുറച്ച് അപ്പമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നലെ തേങ്ങ ഇട്ടാണ്ടല്ലോ, എന്നിട്ട് ഒരു കരിക്ക് കുത്തിയിട്ട് അന്നേരം കരിക്കിട്ട അരച്ച അപ്പം, നല്ല സോഫ്റ്റായിട്ടുള്ള കള്ളപ്പം എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ആ കരിക്കിൻ്റെ വെള്ളവും ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ തേങ്ങയും ഒക്കെ അരച്ച ഒരു അപ്പം ഉണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി ചുവന്നുള്ളി ഒക്കെ ഇട്ടരച്ച് ജീരകമൊക്കെ ഇട്ടരയ്ക്കും കേട്ടോ. അപ്പം നമ്മുടെ കള്ളപ്പം വെള്ളയപ്പം എന്നൊക്കെ പറയത്തില്ല, ആ അപ്പമാണ്. എന്നാലും തന്നെ ഇങ്ങനെ ഊട്ട വരുന്നേരപ്പം ഇല്ലേ, നല്ല ടേസ്റ്റാണ്. വെറുതെ നമുക്കിത് കടിച്ച് തിന്നാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കിഴങ്ങിൻ്റെ ഒരു സ്റ്റൂ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അതൊക്കെ വെച്ച് മക്കൾക്ക് കൊടുത്തു വിട്ടായിരുന്നു. മക്കൾക്കെന്ന് പറഞ്ഞാൽ ടിനോപ്പന് കൊടുത്തു വിട്ടു. അപ്പൂസിനുള്ളതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നീട് ഇതുണ്ടാക്കിയെടുത്ത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി എടുത്തതാണ്. അന്നേരം നമ്മുടെ ഈ വെള്ളയപ്പം ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. എനിക്ക് ഈ പാലപ്പത്തിനെക്കാട്ടി ഈ വെള്ളയപ്പമാണ് ഇഷ്ടം കേട്ടോ. അപ്പം ഞാനിപ്പം ഈ അപ്പച്ചട്ടി വാങ്ങിയ പിന്നെ പാലപ്പം അങ്ങനെ ഉണ്ടാക്കാറേ ഇല്ല. നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഈ ഒരു ചട്ടി നല്ല മയങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നല്ല പൂ പോലെയുള്ള അപ്പം എന്നൊക്കെ പറയത്തില്ല, അത് കിട്ടും നമുക്കിതിനകത്ത്. പിന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ കുട്ടനാട്ടുകാർക്ക് തേങ്ങയ്ക്കൊരു ക്ഷാമവും ഇല്ല കേട്ടോ. അന്നേരം എല്ലാ വീഡിയോസിലും തേങ്ങയുടെ കാര്യം ഇപ്പം പറയുന്നത് കേൾക്കാം. തേങ്ങയ്ക്ക് നല്ല വിലയാണല്ലോ. അപ്പം എല്ലാത്തിലും പിശുക്കി ഇടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടനാട്ടിലുള്ള എല്ലാ വീടുകളിലും ഒരു 2-3 തെങ്ങേലും കാണും കേട്ടോ. ഇല്ലാത്ത ഒരു വീടുകളും കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് തേങ്ങയ്ക്ക് ദൈവം സഹായിച്ച് ഒരു പഞ്ഞവും ഇല്ല. അതുകൊണ്ട് എപ്പം വേണേലും അപ്പം ഉണ്ടാക്കാം. സ്റ്റൂ ഒക്കെ ആണെങ്കിലും നമുക്ക് തേങ്ങാപ്പാലിനകത്ത് വേണ്ടേ ഉണ്ടാക്കാൻ. അപ്പം അങ്ങനെ ഇന്നിപ്പം അപ്പം നാളെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞ തെങ്ങേന്ന് ഒരു കരിക്ക് കുത്തിയിടുക, അരയ്ക്കുക അപ്പത്തിന്. അന്നേരം നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് ശരിക്കും വേണമെന്ന് പറഞ്ഞാൽ ഈ കരിക്ക് തന്നെ ഇട്ട് അപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പം രാവിലെ നമുക്ക് അരി ഇട്ട് കഴിഞ്ഞാലും 1 മണിക്കൂറിനുള്ളിൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കള്ള് ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കള്ളപ്പം ഇല്ലേ, അന്നേരം ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ക്രിസ്തുമസിനും ഈസ്റ്ററിനും ഒക്കെ അങ്ങനെ തന്നെ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിച്ചൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ വള്ളക്കാരൻ വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പൂസ് ഇന്ന് പോയിട്ടില്ല. അപ്പൂസിൻ്റെ കാലയിൽ ഒരു ആണി കൊണ്ട് കേട്ടോ. സ്കൂളിൽ പോകാനൊക്കെ ഒരുങ്ങിയപ്പം പിന്നെ പോയില്ല. പിന്നെ നമ്മുടെ ചേട്ടനും ഉച്ചയായപ്പം വന്നിട്ടുണ്ട്. അന്നേരം നമ്മുടെ നേരത്തെ കാണിച്ച ആ വള്ളക്കാരൻ ചേട്ടനല്ല ഇത് കേട്ടോ.
ഈ ചേട്ടനെ ഞാൻ കാണിച്ചിട്ടേ ഇല്ല. ഇത് ചെറിയ വള്ളത്തെ കൊണ്ടുവരുന്ന സാധനമാണ്, അത്രയും വലിയ വള്ളമല്ല കേട്ടോ. അപ്പം നമുക്കിപ്പം അച്ചാറിടാൻ വേണ്ടി ശരിക്കും ഞാൻ നോക്കിയപ്പം കായപ്പൊടിയൊന്നുമില്ല. അപ്പോഴത്തേക്ക് ഈ വള്ളം പോകുന്ന കണ്ട് ഞാൻ അടുപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടയിലൊന്നും പോകേണ്ട കാര്യമില്ല. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നമുക്കിപ്പം സാധനങ്ങളില്ലെന്ന് കണ്ടാൽ ഈ വള്ളം വരുമെന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കടയിൽ പോകത്തില്ല കേട്ടോ. ഇതേ അങ്ങ് വാങ്ങും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടനാട്ടിലെ ജീവിതം കേട്ടോ. ആ വെള്ളം അവിടെ നിന്ന് വരുന്ന കണ്ടപ്പം നമ്മുടെ ചേട്ടൻ ഈ വെള്ളത്തിലോട്ടെടുത്ത് ചാടി വള്ളം അടുപ്പിക്കുകയാണ് കേട്ടോ. കാരണം ഇവർക്കൊക്കെ ഈ വെള്ളവും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹരമാണ്. അപ്പം ആ പുള്ളി സാധനം എടുത്ത് തരുന്നതാണ്. അപ്പം നമ്മുടെ ചേട്ടൻ അത് വലിച്ചടുപ്പിച്ച് ഇവരൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അടുപ്പിച്ച് അതിനകത്തുനിന്ന് എടുക്കുകയാണ്. അന്നേരം ഞാനിവിടെ നിന്ന് എടുത്തു തരും. അപ്പം നമ്മുടെ ചേട്ടൻ എപ്പോഴും ഒന്നും ഈ വള്ളം വരുമ്പം കാണത്തില്ലല്ലോ. അപ്പോൾ ഇത് വന്നപ്പോഴത്തേന് അങ്ങോട്ട് വലിച്ച് അടുപ്പിച്ചിട്ട് എന്തോ വേണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ നനയ്ക്കുന്ന സോപ്പ്, പാത്രം കഴുകുന്ന സോപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് തീർന്നിരിക്കുമായിരുന്നു, അതൊക്കെ വാങ്ങി കേട്ടോ. അങ്ങനെ വേണ്ട നമുക്കിപ്പം അത്യാവശ്യമുള്ളത് എല്ലാ സാധനവും ഇതേന്നൊന്നും അല്ല വാങ്ങുന്നത് കേട്ടോ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകും, നമ്മുടെ അടുത്ത് കടയുണ്ട്, അങ്ങനെയൊക്കെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സാധനങ്ങൾ വാങ്ങും. പിന്നെ ഇത് നമ്മുടെ വീട്ട് വാതൊക്കെ വരുന്നതല്ലേ, അന്നേരം പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവരുടെ നിന്നും വാങ്ങും കേട്ടോ. ഇത് കണ്ട നമ്മുടെ പുതിയ അതിഥി എന്ന് പറഞ്ഞ ആൾ, നമ്മളെങ്ങോട്ട് തിരിഞ്ഞാലും അതിൻ്റെ കൂടെ അതും കാണും. അതിനുള്ള ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അന്നേരം അപ്പൂസ് ഉള്ളത് കൊണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ വള്ളത്തേൽ നമ്മുടെ പഴയ കാലത്തെ മിഠായികളില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ മിഠായി എല്ലാം ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പം നമ്മുടെ പഴയ കാലത്തെ മിഠായികൾ ഇപ്പോഴത്തെ കുഞ്ഞു കടകളിലൊക്കെ ഉണ്ട്. അല്ലാതെ എനിക്ക് തോന്നുന്നു പുളിമിഠായിയൊക്കെ ഉണ്ടോ, അതൊക്കെ ഇതേലുണ്ട് കേട്ടോ. അല്ലാത്ത നാരങ്ങ മിഠായി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതേലുണ്ട്. കപ്പലണ്ടി മിഠായി, മക്രോണി അങ്ങനത്തെയൊക്കെ ഈ കുപ്പിക്കകത്ത് ഇട്ടുകൊണ്ടാണ് ഇവർ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ പോയി. പിന്നെ ഞാൻ കാണിച്ചില്ലായിരുന്നു, ഇന്നലെ ഞാൻ പറിച്ച മാങ്ങയെല്ലാം രാത്രി തന്നെ അരിഞ്ഞ് ഉപ്പുപൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമി ഒരു ഊട്ടപാത്രത്തിലിട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ കസേര ഇച്ചിരി നനവുണ്ട്, അതുകൊണ്ട് ഞാൻ തുണി ഇട്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ ഈ ഊട്ടപാത്രത്തിൽ തന്നെ കൊണ്ട് വെച്ചിരിക്കുകയാണ്, അതൊന്ന് ഉണങ്ങാൻ വേണ്ടി കേട്ടോ. അന്നേരം ഇത് ആദ്യം കുറച്ച് വെള്ളമൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ മുറത്തിനകത്തോട്ടാക്കി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷവും ഇങ്ങനെ മാങ്ങ കാണുമ്പോൾ ഞാൻ ഉണക്കി ഉപ്പിലിട്ടും ഒക്കെ വെക്കും കേട്ടോ. കഴിഞ്ഞ വർഷത്തെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചതെല്ലാം ഈ ബോട്ടിലിരിപ്പുണ്ട്. പിന്നെ ഭരണിക്കകത്ത് നമ്മളിട്ട് വെച്ചില്ലേ, അതിരിപ്പുണ്ട്. ഈ വർഷം അങ്ങനെ മാങ്ങയില്ല കേട്ടോ, പൂപ്പായിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് അച്ചാറിടാൻ എടുത്തിട്ടുണ്ട്. അന്നേരം അച്ചാറൊക്കെ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് അച്ചാറിടുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഇന്നലത്തെ അച്ചാറും മോരും മീനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കറികളൊന്നും അങ്ങനെ വെച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ബാക്കി ജോലികളൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കൊണ്ട് കുറച്ച് നേരമൊക്കെ കിടന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വൈകുന്നേരം എഴുന്നേറ്റ് ഒരട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം നമ്മൾ കുറേ നാളായി വറുത്ത അട ഉണ്ടാക്കിയിട്ട് കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനെ പുഴുങ്ങിയല്ലേ എടുക്കുന്ന അട. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് നമുക്ക് നമ്മുടെ ദോശക്കല്ലെ വെച്ച് ഇങ്ങനെ അട ഇങ്ങനെ വറുത്തെടുക്കാമെന്ന്. അന്നേരം ഞാൻ വാഴയിലയൊക്കെ കീറിക്കൊണ്ട് വന്നു. എന്നിട്ട് തേങ്ങായും ശർക്കരയും ജീരകവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. അന്നേരം നമ്മൾ ആട്ടപ്പൊടിക്കകത്താണ് ഈ അട വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഈ അടയെന്ന് പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട തന്നെയാണ്. എപ്പോഴും ഒന്നുമില്ല, വല്ലപ്പോഴും ഒരാഗ്രഹം തോന്നും കേട്ടോ. അപ്പം ഞാനിങ്ങനെ വറുത്തെടുക്കും. അന്നേരം ഞാനതെല്ലാം നല്ലവണ്ണം ഒന്ന് കുഴച്ച് വെച്ച് പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വാഴയിലേക്കൊന്നും ക്ഷാമമില്ല. എപ്പോഴും വാഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം വേണേലും ചെന്ന് നമുക്ക് മുറ്റത്തു നിന്നേലും നമ്മുടെ ചിറയിൽ നിന്നേലും ഒക്കെ ഒരിലയൊക്കെ കീറിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇലയൊക്കെ ഞാൻ നേരത്തെ കീറി കഴുകിയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ തണ്ട് ഗോതമ്പൊടിയൊക്കെ കുഴച്ചു. ഇനി ഓരോന്നോരോന്ന് നമുക്ക് പരത്തി ചുട്ടെടുക്കാം കേട്ടോ.
അപ്പം എൻ്റെ കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ കുറേ ദിവസം കൂടി ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബീന എങ്ങനെയുണ്ട് ഇപ്പം, കുറവുണ്ടോയെന്നൊക്കെ ചോദിച്ചു. അതുപോലെ ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോഴാണ് കുറച്ച് പേര് അറിയുന്നത് കേട്ടോ. എനിക്ക് കമൻറ്റൊക്കെ ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്നും റിപ്ലൈ തന്നിട്ടില്ല. എനിക്ക് ഞാൻ ടൈപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്ക് വേദനയൊക്കെ ശരിക്കും കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളാരും പിണക്കം വിചാരിക്കേണ്ട. പിണക്കമില്ലെന്നൊക്കെ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം കൈക്ക് വേദനയൊക്കെ കുറവുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കൊക്കെ കമൻറ്റിന് റിപ്ലൈ തന്നോളാം കേട്ടോ. ആരും ഞാൻ എന്തുകൊണ്ടാണ് കമൻറ്റിന് റിപ്ലൈ തരാത്തതെന്നൊന്നും വിചാരിക്കല്ലേ. ഇത് ഈ കൈയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ ഓർത്തു അങ്ങ് ഇട്ടേക്കാമെന്ന് ഓർത്തു. കാരണം നമ്മൾ വീഡിയോ ഇടാതിരിക്കുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലാത്തതാണോ എന്താണെന്നറിയത്തില്ല. ഒരുപാട് കൂട്ടുകാർ ഇന്നലെ കണ്ടില്ല കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ശരിക്കും നമ്മളൊരു വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ടല്ലേ. അപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് വീഡിയോ പിടിച്ച് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് അപ്ലോഡ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ്. അന്നേരം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ടും കാണാനൊന്നും ആരും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര പ്രയാസമാവില്ലേ. അന്നേരം നമ്മുടെ ഗോഡ്സ് ചേച്ചി അതുതന്നെയാണ് എന്നോട് പറഞ്ഞ, മോളെ നീ നിൻ്റെ കൈ വയ്യാതെ ഇപ്പം വീഡിയോ ഉണ്ടെന്ന്. കാരണം ചേച്ചിക്കൊക്കെ ശരിക്കും നല്ല സങ്കടമാണ്. കാരണം നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും നമുക്ക് വ്യൂസ് കുറവാണ്. പക്ഷേ അതേസമയം ഒപ്പീര് കാണിക്കുന്നവരും കോപ്പി അടിക്കുന്നവർക്കും ഒക്കെ നല്ല വ്യൂസാണ് കേട്ടോ. എന്താ ചെയ്യുക, നമുക്കതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയമാണല്ലേ. അപ്പം എനിക്കും വിഷമമുണ്ട് കേട്ടോ. കാരണം ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ടിട്ടും കാണാനൊക്കെ ആരുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമാകും. പിന്നീട് വീഡിയോ ഇടണ്ടെന്ന് തന്നെ വിചാരിക്കും. ഞാനങ്ങനെ കൈ വയ്യാതായപ്പോഴും വിചാരിച്ചു കേട്ടോ, ഇനിയിപ്പോൾ എന്തിനാണ് വീഡിയോ ഇടുന്നത്, ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഇടാതിരുന്നപ്പോഴത്തേന്. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഓർത്തു, നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷനൊക്കെ ചിലപ്പം വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാൽ കട്ടായി പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും. അതുകൊണ്ടാണ് വാച്ച് അവറൊക്കെ പോകുമല്ലോ. അതുകൊണ്ടാണ് നമുക്ക് വ്യൂസ് തീരെ ഇല്ലാത്തതുകൊണ്ട് വാച്ച് അവർ പെട്ടെന്ന് കുറയുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട്. അന്നേരം നിങ്ങളൊക്കെ കാണുന്നത് കൊണ്ടാണ് വീണ്ടും ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അല്ലാതെ നമുക്ക് ഒരുപാട് വ്യൂസ് ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ ആണെങ്കിലും ആത്മാർത്ഥമായിട്ട് കാണുന്നവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. അത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാൻ കേട്ടോ. അല്ലാതെ നമ്മളെന്താ പറയുക.
അപ്പോൾ നമ്മുടെ വൈകിട്ടത്തെ അടയൊക്കെ ഇവിടെ ചുട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നല്ലവണ്ണം ഇത് വേഗണമാകും. തിരിച്ചും മറിച്ചും നമ്മൾ ഈ അട വെച്ചിട്ട് നല്ലൊരു വെയിറ്റ് കൂടെ അതിൻ്റെ മുകളിലെടുത്ത് വെക്കണം കേട്ടോ. ഞാനന്നേരം വെയിറ്റൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതുണ്ട്, നല്ല സൂപ്പറായിട്ടുള്ള വറുത്ത അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടോ? 4 മണി സമയത്ത് ഈ അടയും കട്ടൻ ചായയിലെ നമ്മുടെ പഴയ കാല ഓർമ്മയാണ്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന മക്കൾ ഉള്ള വീട്ടിലൊക്കെ നമുക്ക് അമ്മമാർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കൾക്കും ഇഷ്ടപ്പെടും, നമ്മുടെ അമ്മമാർക്കും സന്തോഷമാവില്ലേ. അപ്പം എനിക്കിത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് അട ഇലയൊക്കെ പൊളിച്ച് കഴിക്കുവാണ് കേട്ടോ. കാരണം ഒരു ശകലം കഴിച്ചാൽ മതി, അന്നേരം നമുക്കൊരു കൊതി തോന്നും കേട്ടോ. ഒത്തിരി നാളായി ഇങ്ങനെ വറുത്തട കഴിച്ചിട്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ എടുത്ത് ഒരു ശകലം കഴിച്ചു. അന്നേരം നമ്മളെ ഈ അട വറുത്തെടുക്കാൻ പാടാന്നും പറഞ്ഞ് ഉണ്ടാക്കാതിരിക്കും. പക്ഷേ ഇതാണ് എളുപ്പം കേട്ടോ. പുഴുങ്ങുന്നതിനെക്കാട്ടി എളുപ്പം നമുക്ക് ഈ വറുത്തെടുത്ത്